അതുകൊണ്ടാണ് രാമായണത്തിൽ വളരെ രസകരമായൊരു കാര്യം, ഈ സീത ഒരു മാനിനെ കണ്ടിട്ട് അതിനെ പിടിച്ചോണ്ട് വരാൻ രാമനോട് പറയുന്നത്. ഓമനിക്കാനല്ല, തിന്നാനും കൂടിയാ. വരാഹം എന്ന് പറഞ്ഞ പന്നി എന്നർത്ഥം. പന്നിയുടെ ഇറച്ചിയാണ് കൊടുത്തത്. ആടിന്റെ മാംസം, കുക്കുടം എന്ന് പറഞ്ഞ കോഴി, മൈരേയം, സീത പറഞ്ഞതല്ല കേട്ടോ, ഒരു സുരയുടെ പേര. അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ടാണ് ആരെ സൽക്കരിച്ചത്? ഭരദ്വാജ മഹർഷി ഭരതനെ സൽക്കരിച്ചത്. അല്ലാതെ സാമ്പാർ അവിയലും തോരനും കാളനും ഒന്നുമല്ല. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഈ ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, മാംസമിശ്രമോദനം മാംസോദനം തൻ മാംസ നിയമാർത്ഥമാഹ ഔക്ഷേണവ മാംസേന ഉക്ഷാസേചന സമർത്ഥ പുങ്കവഃ തദീയം മാംസം ഋഷഭഃ തതോപ്യധികവയാ തദീയം ആർഷഭം മാംസം എന്ന് വളരെ വ്യക്തമായി ബൃഹദാരണ്യകോപനിഷത്തിന്റെ ശാങ്കര ഭാഷ്യത്തിൽ പറയുന്നു. മാംസത്തോടു കൂടിയ ചോറാണ് മാംസച്ചോറ്, അല്ലെ ഓദനം. മാംസോദനം എന്ന് പറഞ്ഞാൽ മാംസച്ചോറ്. ആ മാംസത്തിന്റെ നിയമത്തിനായി പറയുന്നു. 8-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് ബൃഹദാരണ്യകോപനിഷത്തിന്റെ ശാങ്കര ഭാഷ്യം. ഉക്ഷസംബന്ധിയായ മാംസം ചേർത്താവണം. ഉക്ഷമെന്നാൽ ഗർഭാധാന സംബന്ധിയായ പുങ്കവം എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം. അതിനേക്കാൾ വയസ്സ് കൂടിയതാണ് ഋഷഭം. അതിൻ്റെ മാംസമാണ് ആർഷഭ മാംസം എന്ന് വളരെ വ്യക്തമായ പരാമർശം കാണാം. നമ്മൾ പൊതുവെ വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ മിക്കവാറും സൂചിപ്പിക്കാറുള്ളത് പോലെ ഈ രാമായണം സീരിയലും ശ്രീകൃഷ്ണ പരമ്പരകളും ഒക്കെ കണ്ടിട്ട് മലയാളിയുടെ മനസ്സിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കുന്ന മഹർഷിമാരുടെ രൂപമുള്ളത്. അത് യഥാർത്ഥത്തിൽ ഈ സീരിയലുകളുടെ ഒരു നിർമ്മിതിയാണ്. പക്ഷെ പുരാണങ്ങൾ പരിശോധിച്ചാൽ അത്തരം നിർമ്മിതികളൊന്നും നമുക്ക് കാണാനേ കഴിയില്ല. രാമൻ വനവാസത്തിനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ രാമനെ അന്വേഷിച്ച് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഭരതൻ എത്തുന്നുണ്ട്. അങ്ങനെ എത്തുമ്പോൾ ഈ ഭരദ്വാജ മഹർഷിക്ക് കൊടുക്കാൻ കാപ്പി ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ഒരു അതിഥി വന്ന കാപ്പിയാണല്ലോ കൊടുക്കുക, അല്ലെ ചായ കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് പരിപ്പുവടയോ ഉഴുന്നുവടയോ ഉള്ളിവടയോ അങ്ങനെ എന്തൊക്കെ കൊടുക്കാം, എല്ലാം കൊടുക്കാം. പക്ഷെ അന്ന് തേയില ഉണ്ടായിരുന്നില്ല, കാരണം തേയില കൃഷി ആരംഭിച്ചിരുന്നില്ല. കലക്കി കൊടുക്കാൻ ടാങ്കോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല, അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താണ് കൊടുത്തത്? വാൽമീകി രാമായണം ആരണ്യകാണ്ഡത്തിൽ വളരെ വിശദമായി പറയും. വരാഹം എന്ന് പറഞ്ഞ പന്നി എന്നർത്ഥം. പന്നിയുടെ ഇറച്ചിയാണ് കൊടുത്തത്. ആടിന്റെ മാംസം, കുക്കുടം എന്ന് പറഞ്ഞ കോഴി, മൈരേയം, സീത പറഞ്ഞതല്ല കേട്ടോ, ഒരു സുരയുടെ പേര. അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ടാണ് ആരെ സൽക്കരിച്ചത്? ഭരദ്വാജ മഹർഷി ഭരതനെ സൽക്കരിച്ചത്. അല്ലാതെ സാമ്പാർ അവിയലും തോരനും കാളനും ഒന്നുമല്ല. കാരണം അതിനൊക്കെ ഈ സംഗതിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വിപുലമായ പച്ചക്കറി വേണം, എന്നാൽ മാത്രമേ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അന്ന് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ തേടി നിങ്ങൾ കാട്ടിൽ ചെന്നാൽ വെണ്ടയ്ക്ക കിളി കൊണ്ടുപോകും അപ്പോഴേ തന്നെ. അതൊന്നും കഴിക്കാൻ പറ്റില്ല. ആകപ്പാടെ വാൽമീകി രാമായണത്തിലൊരു പരാമർശമുള്ളത് വരിനെല്ലിനെ പറ്റിയുള്ള കൃഷിയുടെ പരാമർശമാണ്. വരിനെല്ല് കൃഷി ചെയ്താണെങ്കിൽ ഒരിക്കലും കാട്ടി കഴിയാൻ പറ്റത്തില്ല. കാരണം കൃഷി അതിജീവിക്കില്ല, ആ രംഗത്തേക്കൊന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് രാമായണത്തിൽ വളരെ രസകരമായൊരു കാര്യം, ഈ സീത ഒരു മാനിനെ കണ്ടിട്ട് അതിനെ പിടിച്ചോണ്ട് വരാൻ രാമനോട് പറയുന്നത്. ഓമനിക്കാനല്ല, തിന്നാനും കൂടിയാ.